വളരെ സൈലന്റായി വന്ന് നമുക്ക് ഒരുപാട് ട്രെൻഡുകൾ തന്ന ഒരു പടമുണ്ട്. 2016 ആഗസ്റ്റിൽ ഇറങ്ങിയ ഗപ്പി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ പടം ഇറങ്ങുന്നത്. അത്രയും നാള് നോർമൽ താടി വെച്ചിരുന്ന ചേട്ടന്മാരെല്ലാം വല്ലാണ്ട് താടിയുടെ നീളമെല്ലാം കൂട്ടി താടിയിൽ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു കാഴ്ച ഈ പടത്തിന് ശേഷമാണ് ഞാൻ കണ്ടത്. അത്രയും നാളും ഈ നീലാകാശം പച്ചക്കടൽ കണ്ടിട്ട് ബുള്ളറ്റ് വാങ്ങണം വാങ്ങണ്ട എന്നൊക്കെ വിചാരിച്ച് ഒരു ഡബിൾ മൈൻഡിൽ നിൽക്കുന്ന ആൾക്കാരോട് എന്നാ പിന്നെ നീ വീട്ടിൽ ബുള്ളറ്റ് വാങ്ങിയിട്ട് വാടാന്ന് തള്ളിവിട്ട ഒരു പടം കൂടിയായിരുന്നു അത്. ബുള്ളറ്റ് മാത്രമല്ല, അതിന്റെ ഹാൻഡിൽ ഒരു മറ്റേ റൈഡിങ് ഫ്ലാഗ് ഇല്ലേ, ഇങ്ങനെ പല കളറിലുള്ള റൈഡിങ് ഫ്ലാഗ് എല്ലാം കെട്ടി പോകുന്ന ഒരു കാഴ്ച ഈ പടത്തിന് ശേഷമാണ് ഞാൻ കണ്ടത്. ബുള്ളറ്റിൽ മാത്രമല്ല, സൈക്കിളിലും കാറിലും ലോറിയിലും ജംഗ്ഷനിൽ മീൻ വാങ്ങാൻ പോകുന്നവൻ വരെ ഈ മറ്റേ വണ്ടിയിൽ റൈഡിങ് ഫ്ലാഗ് എല്ലാം കെട്ടി പോകുന്ന ഒരു കാഴ്ച ഈ സിനിമയ്ക്ക് ശേഷമാണ് വന്നത്. അതുപോലെ തന്നെ മീൻ വളർത്തുക, നമ്മുടെ ഈ ചുമരെല്ലാം ഉണ്ടല്ലോ, അതായത് ഈ അബൻഡന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഓൾഡ് ടൗണിലെ പഴയ ബിൽഡിങ്ങിലെല്ലാം ഫുൾ പെയിന്റ് എല്ലാം അടിച്ച് കുറെ മീനിന്റെ ചിത്രമെല്ലാം വരച്ചു വയ്ക്കുന്ന അങ്ങനെ മൊത്തത്തിലൊരു എന്തൊക്കെയോ ചില മാറ്റങ്ങൾ തന്ന സിനിമയായിരുന്നു ഗപ്പി. ഈ സിനിമയ്ക്ക് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ഇതിന് മുമ്പുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഈ സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാലില്ല, ഈ പടം ആദ്യം കാണുന്ന ആ ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഭയങ്കര ഫീൽ ആയിരുന്നു അത്. കാരണം ഈ പടത്തിൽ അങ്ങനെ വില്ലന്മാരില്ലാത്തൊരു സിനിമയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് വളരെ അപൂർവ സിനിമകളെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ഈ സിനിമ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇല്ലേ, ഈ പടത്തിൽ വില്ലന്മാരെ ഇല്ല എന്ന് പറയാം. അതായത് ഈ മനുഷ്യന്മാരെ സംബന്ധിച്ച് ആത്യന്തികമായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ചെറിയ ശതമാനം നന്മയുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടല്ലോ, അതാണ് നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ചെങ്കിലും ഒരു വില്ലന്മാരാക്കി മാറ്റുന്നത്. ഇങ്ങനെ ചില ഐഡിയാസ് ഒക്കെ തന്ന സിനിമയായിരുന്നു ഗപ്പി. മറ്റൊന്ന്, ഈ സിനിമയിലെ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഭയങ്കര ഡീപ്പായിട്ട് കാണിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ആദ്യത്തത് ഗപ്പിയും അവന്റെ അമ്മയും തമ്മിലുള്ള ഒരു റിലേഷൻ. ആ ഗപ്പിയുടെ വീട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവൻ രാവിലെ എണീറ്റിട്ട് രണ്ട് കലം പോലത്തെ സാധനം എടുത്ത് ഇങ്ങനെ കൂട്ടിമുട്ടി സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ പെണ്ണുങ്ങളെ എണിപ്പിക്കില്ലേ, ഇതേ സാധനം തന്നെ അവസാനം ക്ലൈമാക്സ് വരുന്ന സമയത്ത് ഇവന്റെ അമ്മ മരണപ്പെടുന്ന സമയത്ത് ഇവര് മരിച്ചു എന്ന് ഉറപ്പാക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ശബ്ദം കേട്ടവർ എണീക്കുമോ എന്ന് നോക്കാനായിട്ട് ഇവൻ ഇത് കൂട്ടിമുട്ടുന്ന ഒരു സീൻ ഉണ്ട്. ആ ഒരു ഇടി ശരിക്കും നമ്മുടെ ഓഡിയൻസിന്റെ നെഞ്ചത്താണ് ഇടിക്കുക. ഭയങ്കര ഡീപ്പായിട്ടുള്ള സാധനമായിരുന്നു. പിന്നെ ഗപ്പിയും അവന്റെ അമ്മയും തമ്മിലുള്ള എല്ലാ സീനിലും അവർ തമ്മിലുള്ള ഒരു ഇഷ്ടം ഭയങ്കര വിസിബിൾ ആണ്. പിന്നെ ഈ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഉപ്പുപ്പ എന്ന് പറഞ്ഞ കഥാപാത്രവും ആമിനെയും തമ്മിലുള്ള എന്റെ കൊച്ചുമകളായിട്ടുള്ള ആമിനെയും തമ്മിലുള്ള റിലേഷനും ഭയങ്കര ഡീപ്പാണ്. അയാള് അവിടെ ചെയ്യുന്ന എല്ലാ പരിപാടികളും, അതായത് പാലം പണി നടത്താതിരിക്കാനുള്ള എല്ലാ പണിയും ചെയ്യുന്നത് ഈ ആമിനയ്ക്ക് വേണ്ടിയിട്ടാണ്, എന്റെ കൊച്ചുമകൾക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം ഒരു സീനില് ഈ ആമിനെ ഫുള്ള് ഒരുക്കിയിട്ട് കണ്ണെഴുതി കൊടുക്കുന്ന ഒരു സീനുണ്ട്, ശ്രദ്ധിച്ചാൽ നോക്കിക്കോ. അതേ കണ്ണെഴുതി കൊടുക്കുന്ന സീനില്ലേ, ഈ ഗപ്പി അവന്റെ അമ്മയെ കുളിപ്പിച്ചതിന് ശേഷം കണ്ണെല്ലാം എഴുതി പൊട്ട് കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതായത് ഈ ഉപ്പൂപ്പയും ആമിനും തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ എങ്ങനെയാണോ അതേ സാധനം തന്നെയാണ് മറ്റേ ഗപ്പിയും അവന്റെ അമ്മയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതില് ഉപ്പൂപ്പ പറയുന്നൊരു കാര്യമുണ്ട്, ഫുൾ റെഡിയാക്കിയതിന് ശേഷം എന്റെ ആമിനയുടെ മുഞ്ച് ഈ നാട്ടിലെ തെണ്ടിപ്പിള്ളന്മാരൊന്ന് കാണാത്ത കർട്ടൻ എടുത്തിട്ട് സാറുണ്ടല്ലോ, അത് ആദ്യം കാണുന്ന സമയത്ത് ഭയങ്കര ശരിയായിരുന്നു. നമുക്ക് ഇപ്പോഴും അത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമാണ്. ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ആമിന ഒരു ദിവസം ഈ തട്ട വിടാതെ വന്നിട്ട് ഈ പിള്ളേരുടെ അടുത്തോട്ട് ഉപ്പുപ്പാക്ക് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ സീനുണ്ട്. അപ്പൊ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ സമയത്ത് ഈ പിള്ളേർ മൊത്തമായിട്ട് എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് വരെ എത്തുന്നത് ആമിനെ ആദ്യമായിട്ട് കാണുന്ന സീനാണല്ലോ. അത് ആ കുട്ടികൾ എങ്ങനെയാണോ ആമിനെ നോക്കുന്നത് അതേപോലെയാണ് ഓഡിയൻസ് നോക്കുന്നത്. നല്ല സുന്ദരിയായിട്ടൊരു കുട്ടിയാണ് ഈ ആമിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ നോക്കി നിന്ന് ഓ ഇതാണോ ആമിനായിട്ട് രസമായിരുന്നു ആ സീനൊക്കെ. പിന്നെ ഈ പടത്തില് ടോവിനോടെ തേജസ് വർക്കിയും അയാളുടെ മകളെ കാണിക്കുന്നില്ല എങ്കിൽ പോലും അയാൾക്ക് ആ കുട്ടിയുമായിട്ടുണ്ടായ ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് എത്രത്തോളം ഉണ്ട് എന്ന് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. കാരണം ഇതിൽ ദിലീഷ് പോത്തൻ ഫോണിൽ കൂടി പറയുന്നൊരു സാധനമുണ്ട്, അയാള് എന്റെ മകളെയും എല്ലാ കുട്ടികളെയും ആളെന്നാണ് വിളിക്കുന്നത്. സോ അയാൾക്ക് എപ്പോഴും മരണപ്പെട്ടു പോയ ആ മകളുമായിട്ടുള്ള ഒരു കണക്ഷൻ അയാൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ കുട്ടികളോടും അയാൾ കീപ്പ് ചെയ്യുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കണം ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഗപ്പിയെ അയാൾ ബൈക്കിൽ കയറ്റി നേരെ അയാൾ എന്താണ് ലഡാക്കിലോ ഇങ്ങോട്ടൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഭയങ്കര കണക്ഷൻസ് ഉള്ള പടമാണ്. അതായത് നമ്മുടെ വ്യക്തിബന്ധം എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഗപ്പി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സെന്റിമെന്റിലാവും, നമുക്ക് കരച്ചിൽ വരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, സങ്കടം ഉണ്ടാക്കുന്ന കുറെ വിഷ്വലും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഗപ്പി ഈ ജോൺ പോളിന്റെ ആദ്യത്തെ സിനിമയാണല്ലോ. അപ്പൊ ആദ്യത്തെ സിനിമയിൽ നമ്മൾ ഈ ഒരു നന്മ അല്ലെങ്കിൽ ആൾക്കാരുടെ ഈ നിഷ്കളങ്കത, നൊസ്റ്റാൾജിയ ഇതൊക്കെ കാണുന്ന സമയത്ത് അന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സംഭവമായിരുന്നു, ഓ ഇത് ഇത്ര അടിപൊളിയാണല്ലേ. പിന്നീട് ഈ അമ്പിളിയിലേക്ക് ഈ ആശാൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഈ അടുത്തിറങ്ങിയല്ലോ, ഇതിലൊക്കെ കാണുന്ന സമയത്ത് ഇയാൾ അന്ന് എന്ത് നന്മയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതേ സാധനം തന്നെയാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇത് റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാണ്ട് ബോർ അടിക്കും. ഒരിക്കലും ഗപ്പി കണ്ട ഒരു ഫീലോട് കൂടിയിട്ട് നമുക്ക് ആശാനും അമ്പിളിയൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അമ്പിളി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട് കേട്ടോ, പക്ഷെ ഐ പേഴ്സണലി അമ്പിളി എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ട
ഇഷ്ടപ്പെട്ട ഒരു സിനിമ അല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ എനിക്കെന്തോ അത്ര അടിപൊളിയായിട്ട് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയില്ല. എനിക്കൊന്നാമത് ഈ വല്ലാണ്ട് നന്മയും നിഷ്കളങ്കതയും നിഷ്കു ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ തന്നെ എനിക്ക് ആദ്യം തോന്നുന്നത് ഒരു ഡിറ്റാച്ച്മെന്റ് ആണ്. കാരണം ഇവരെപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്കിട്ടൊരു പണി തരും. അവരുടെ ആ ഒരു 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 എന്താണ് മോശം നേച്ചർ ആൾക്കാർ മനസ്സിലാക്കാതിരിക്കാനായിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനം അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ നന്മ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മേ ബി എന്റെ അനുഭവങ്ങൾ കൊണ്ടായിരിക്കും. ഇനി ഗപ്പിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ആദ്യത്തെ 35 മിനിറ്റില്ലേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഒരു ജിയോഗ്രഫി, ആ ഒരു നാട്ടുകാരെ മൊത്തം കാണിച്ച് അവരുടെ ഒരു വർക്ക് ലൈഫ്, അവരുടെ ഡെയിലി ലൈഫ് എല്ലാം കാണിച്ചിട്ട് ഈ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരെ മൊത്തം ഓഡിയൻസിന്റെ ഭാഗമാക്കുന്ന ആ ഒരു സാധനമായിരുന്നു ഫസ്റ്റ് 35 മിനിറ്റ്. പിന്നെ 40ാമത്തെ മിനിറ്റിൽ ടോവിനോട് തേജസ് വർക്കി വരുന്ന സമയത്തില്ലേ, ടോവിനോയെ നമുക്കൊരു ഏലിയൻ കഥാപാത്രം പോലെ തോന്നും. കാരണം ആ ഒരു ജിയോഗ്രഫിയുമായിട്ടും ആ ഒരു നാടുമായിട്ടും ഒരു ബന്ധമില്ലാത്തൊരു ചെങ്ങായിയാണ് പുറമെ നിന്ന് വരുന്നത് എന്നൊരു തോന്നല് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെ ജോൺ ബോളിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം അയാൾ ഫസ്റ്റ് ഈ അലൻസിയറിന്റെ ഷോപ്പിന്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് കടയിലേക്ക് വരും, വന്നിട്ട് ചായക്ക് വരയില്ലേ, അപ്പൊ ഗപ്പി ഉണ്ടാവും ഷോപ്പിൽ. ചായക്ക് വരുന്ന സമയത്ത് ഈ പിള്ളേർക്ക് ആദ്യം തേജസ് വർക്കിനോട് തോന്നുന്ന ഇമോഷൻ തന്നെ ഒരു നെഗറ്റീവ് സാധനമാണ്, ഒരു നെഗടിക്കും. അന്നേരം ഈ ഗപ്പി എടുത്ത് പറയും, ചായ എടുക്കാൻ പറയുന്ന സമയത്ത് കടുപ്പം കൂട്ടിയെടുക്കട്ടെ വെക്കും. അപ്പൊ തേജസ് വർക്കി പറയും ആയിക്കോട്ടെ, പഞ്ചസാര കൂട്ടട്ടെ വെക്കും, ആയിക്കോട്ടെ പറയും. പഞ്ചസാര കൂട്ടി കടുപ്പം കൂട്ടിയിട്ട് ചായ എടുക്കട്ടെ വെക്കും. അപ്പൊ ഇയാള് മോനെ നിനക്ക് അറിയുന്നത് പോലെ ഒരു ചായ എടുത്തു കൊടുക്കാൻ പറയും. ഈ ചെക്കൻ ചായ ഉണ്ടാക്കിയിട്ട് കൊണ്ട് കൊടുത്തിട്ട് തേജസ് വർക്കി ആദ്യത്തെ ഒരു ഒന്നെടുക്കും, എന്നിട്ട് അയാൾ തുപ്പിക്കളയും ഈ സാധനം. അതൊന്നും തിരിച്ചാലോചിച്ച് നോക്കുക. അതായത് ഗപ്പി പ്രത്യേകിച്ച് ഒന്നും ചോദിക്കുന്നൊന്നുമില്ല, ഇവൻ അറിയുന്നത് പോലെ നോർമൽ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സിനിമയിൽ ബാക്കിയുള്ള 2 മണിക്കൂറിൽ ഒന്നും കാണാനുണ്ടാവില്ല. കാരണം ചില സിറ്റുവേഷനാണ് നമ്മളെ ഒരു മോശം ഡിസിഷൻസ് എടുക്കുന്നത്. ശരിക്കും ഈ തേജസ് വർക്കിയും ഗപ്പിയും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഇവർ രണ്ടാൾക്കാർ 2 ഏജ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്, രണ്ടാൾക്കാരുടെയും വർക്ക് വേറെ വേറെയാണ്. ഇവർ തമ്മിൽ ക്ലാഷ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ സംഭവം സിറ്റുവേഷൻ എങ്ങനെ ആയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. എനിക്ക് ഇപ്പൊ എന്റെ പേഴ്സണൽ ലൈഫിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു ക്ലാഷ് ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്ത പല ആൾക്കാരെയും ഇല്ലേ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചില സാഹചര്യം കൊണ്ട് നമ്മൾ ഇങ്ങനെ ചില അബദ്ധത്തിലൊക്കെ പോയി പെടാറുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീൻ ഉണ്ട് കേട്ടോ. ഇവര് സ്കൂളില് പ്രാർത്ഥന പറയുന്ന ഒരു ഭാഗമുണ്ട്. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യ നിത്യവും ഞങ്ങൾക്ക് അരുളയണം എന്ന് പറയുന്നത്. ഒരു കുട്ടി ഇങ്ങനെ അസംബ്ലിക്ക് പാട്ടുപാടുന്ന സമയത്ത് ഈ ഗപ്പി എല്ലാം ഇങ്ങനെ വരിവരിയായി നിന്നിട്ട് കുട്ടികൾ അസംബ്ലിക്ക് നിൽക്കുന്ന അതേപോലെ തന്നെ ഗപ്പിയും വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. പിന്നെ വേറൊരു കാര്യം, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ ആൾക്കാരും, ആ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ഞാനും ഇടയ്ക്ക് സ്കൂളിന്റെ വഴി കൂടി പോകുന്ന സമയത്ത് രാവിലെ അവിടെ ഇങ്ങനെ പ്രാർത്ഥന പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ആ വരികൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇതൊക്കെ എല്ലാ മനുഷ്യന്മാർക്കുള്ള സാധനം തന്നെയാണ്. നമ്മൾ പഠിച്ച സ്കൂള്, അതുപോലെ തന്നെ നമ്മുടെ പഴയ കുട്ടിക്കാലം, ഇങ്ങനെ കുറെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. ദിലീഷ് പോത്തൻ അവതരിപ്പിച്ച കൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രം, കരമന സുധീറിന്റെ ലാലിച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം, നോബിയുടെ ഒരു നല്ല ക്യാരക്ടർ കേട്ടോ, പൊളിറ്റീഷ്യൻ ആയിട്ട് ആൾ നല്ല തകർത്തിട്ടുണ്ട്, ഓനച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം, പിന്നെ ടിങ്കു, അലൻസിയറിന്റെ ആ ചായക്കടക്കാരൻ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങൾ ഒരാളെങ്കിൽ നമ്മൾ, അതായത് വെറുതെ വന്നിട്ടുള്ള ആൾക്കാരെ പോലും നമ്മളിങ്ങനെ ഓർത്തിരിക്കും. പിന്നെ അവിടെ ഒരു കോളനിയില് ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചേച്ചി, അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആർട്ടിസ്റ്റുകളുണ്ട്. ഈ ബാൻഡ് വായിക്കാൻ വരുന്ന ആൾക്കാർ നമ്മൾ ഓർത്തിരിക്കും, നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആകും. അങ്ങനെ ഇതില് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു ചങ്ങായില്ല നമ്മുടെ സുധീർ കരമനയുടെ കഥാപാത്രം, ഇയാള് ഒരേ സമയം ഇയാളുടെ ഓഫീസിൽ നിന്നും കമ്മീഷൻ അടിക്കുന്നുണ്ട്, ആൾക്കാരുടെ ഇടയിൽ നിന്ന് കമ്മീഷൻ അടിക്കുന്നുണ്ട്. അതായത് എല്ലാ ഓഫീസിൽ പോയി കഴിഞ്ഞാലും ഇതുപോലത്തെ ഒരു കഥാപാത്രം ഉണ്ടാവും, ഒരു ക്ലർക്ക് ഉണ്ടാകും. അയാൾ പബ്ലിക്കിനെയും കയ്യിലെടുക്കും, ഓഫീസർമാരെയും കയ്യിലെടുക്കും. എപ്പോഴും നോക്കോ ഇതുപോലത്തെ ഒരു സാധനമല്ലേ എല്ലാ ഭാഗത്തുണ്ടോ. അയാൾ പറഞ്ഞ എക്സ്ക്യൂസ് ഉണ്ട്, എനിക്ക് 4 കുട്ടികളാണ് സാറേ ഇത്. ഇയാൾ 3 രൂപയ്ക്ക് മീൻ വാങ്ങാന്നുള്ള കോൺട്രാക്ട് എടുത്തിട്ട് ഈ ചെക്കന് കൊടുക്കുന്നത് 1.5 രൂപയാണ്. ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്കിത് കുറച്ച് ബോറായി തോന്നിയത്, അതായത് ഇപ്പൊ കാണുമ്പോ കേട്ടോ, അന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പൊ കാണുന്ന സമയത്ത് ഇതിൽ ഈ നന്മ കാണിക്കാനായിട്ടില്ല, വല്ലാണ്ട് ഒരു സ്ട്രഗിൾ നടത്തിയിട്ടുണ്ട്. അതിൽ എനിക്ക് അങ്ങനെ തോന്നാനുണ്ടായ കാരണം എന്ന് വെച്ചാല് ഈ പടത്തിൽ ഇവൻ പാലം പണി, ഇവൻ സ്കൂളിന്റെ അടുത്തുള്ള ഡ്രൈനേജിലാണല്ലോ ഈ ഗപ്പിയെ വളർത്തുന്നത്. ഈ ഡ്രൈനേജ് തകർത്തിട്ട്, അതായത് ആ റോഡിന്റെ വീതി ഒന്ന് കൂട്ടാനായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു ടൈം ഉണ്ട് കേട്ടോ, മറ്റേ തേജസ് വർക്കിയുടെ കഥാപാത്രം. ഈ ഡിസിഷൻ എടുക്കുന്ന രാത്രി നട്ടപ്പാതിരാത്രിയാണ്. ഇപ്പൊ രാത്രി 12 മണിക്കാൻ പറ്റോ ഇയാള് കൃഷ്ണനെ വിളിക്കും, അതായത് ദിലീഷ് പോത്തനെ വിളിക്കുന്ന സമയത്ത്. ദിലീഷ് പോത്തനായിട്ട് ഇതൊരു ഫ്രണ്ട്, ഒരു ലേഡി ഫ്രണ്ടിന്റെ കൂടെ ഇവര് കിടന്നുറങ്ങുന്നുണ്ടോ. അന്നേരമാണ് ഈ കോൾ വരുന്നത്. അപ്പൊ ദിലീഷ് പോത്തിന് തീരെ ഇഷ്ടപ്പെടില്ല. അയാൾ ഫോൺ എടുത്തിട്ട് സംസാരിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ വെച്ച് കണ്ടുപിട്ടുന്ന ഒരു സീൻ ഉണ്ട്. ആ സീൻ ഇപ്പൊ കാണുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര ക്രിഞ്ചാണ്. ഒരിക്കലും ആ ഒരു രീതിയിലുള്ള റിയാക്ഷൻ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ 1-2 സീനുകൾ ഈ സിനിമയിലുണ്ട്. പിന്നെ
ഇപ്പൊ ഞാൻ കണ്ട സമയത്ത്, ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പടത്തില് വളരെ നൈസ് ആയിട്ടില്ല ഇതിന്റെ സൈഡിൽ കൂടി ഒരു അരാഷ്ട്രീയവാദം കൂടി അടിച്ചേറ്റി വിടുന്നുണ്ട്. അതായത് ഈ ശ്രീനിവാസന്റെ കഥാപാത്രമായിട്ടുള്ള ഉപ്പുപ്പായ ഇയാള് കാണാൻ വേണ്ടി വരുന്ന സീനുണ്ട് അവസാനം. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു മേൽപ്പാലം വന്നിട്ട് ജനങ്ങൾക്ക് വലിയ ഉപകാരമൊന്നുമില്ല, ഇത് കെട്ടിക്കഴിഞ്ഞാല് എന്താണ് അവരുടെ ഒരു 10 കോടി രൂപ വെള്ളത്തിലായി പോകും, ഓനച്ചനെ പോലുള്ള രാഷ്ട്രീയക്കാർ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലൊരു എഞ്ചിനീയർ വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി, അതായത് ഈ ആമിനയുടെ ഭാവിക്ക് വേണ്ടി ശ്രീനിവാസന ജോലി ചെയ്തല്ലേ പറ്റൂ, അതുകൊണ്ട് അയാള് ചില എക്സ്ക്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലെല്ലാം ഈ 6 വരിയുടെ ഇത് കൂട്ടിയല്ലോ, 6 വരി പാത ഉണ്ടാക്കിയല്ലോ, ആ സമയത്ത് പൊതുവെ ആ ഭാഗത്തുണ്ടായ കച്ചവടക്കാർക്കെല്ലാം കച്ചവടം കുറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് സമയത്തിന് കൃത്യമായിട്ട് അവരുടെ ഓഫീസിലേക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്യാനാണ്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന കാര്യം കുറച്ചുകൂടി ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് അതെല്ലാം കുറച്ചുകൂടെ പിന്തിരിപ്പനായിട്ടുള്ള ചില ഐഡിയോളജീസ് ആണ്. അതായത് എവിടെയോ കിടക്കുന്ന, അതും പ്രോപ്പർ ആയിട്ടുള്ള പെർമനന്റ് പോലും അല്ലാത്തൊരു സ്റ്റാഫിനെ അങ്ങനെ പിടിച്ചു നിർത്തേണ്ട ആവശ്യം ഇവിടെ ഒരു ഗവൺമെന്റിനോ ആർക്കും അങ്ങനത്തെ ഒരു ആവശ്യമില്ല. മെജോറിറ്റി അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരാൾക്ക് വേണ്ടി അങ്ങനെ ഡിസിഷൻ എടുക്കുക എന്നെല്ലാം പറയുന്നത് ആക്ച്വലി ഒരു മുഖ്യധാര നിന്ന് ആലോചിക്കുന്ന സമയത്ത് ഒരു മണ്ടൻ തീരുമാനമാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ അങ്ങനെ ആ രീതിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ അപൊളിറ്റിക്കലായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ വേറൊരു രീതിയിൽ അവർക്കത് എക്സ്പ്രസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് അടുത്ത കാലത്ത് കണ്ട സമയത്ത് തോന്നിയിട്ടുണ്ട്. മേ ബി അന്ന് അത് ഓക്കെ ആയിരുന്നിരിക്കും. ഓക്കെ, പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക്, വിഷ്ണു വിജയ് ആണ് ഈ പടത്തിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഗിരീഷ് ഗംഗാധരന്റെ വിഷ്വൽസ് ഹെവിയാണ്. കാരണം ഇങ്ങനത്തെ ഒരു ടെറൈൻ, ഇങ്ങനത്തെ ഒരു ജിയോഗ്രഫി ഞാൻ ഇതിന് മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. വളരെ വിജനമായിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ ഈ ശ്രീനിവാസന്റെ ഗേറ്റ്, അതായത് റെയിൽവേ ഗേറ്റ് നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ മല പോലത്തെ സ്ഥലമുണ്ട്. പിന്നെ ഈ പൂജപ്പുര രവിയുടെ ഒരു കഥാപാത്രം ഉണ്ട്, ഈ വാട്ടർ അതോറിറ്റിയോ അങ്ങനെ എന്തോ ഒരു ആളായിട്ടാണ് ഇയാള് സിനിമയിൽ അഭിനയിക്കുന്നുള്ളത്. എന്തോ ഒരു സ്റ്റാഫാണ്, പക്ഷെ പെർമനന്റ് സ്റ്റാഫ് ഒന്നുമല്ല. അയാളുടെ ആ ഒരു വീട്, പിന്നെ ഇവർ ഈ കോളനി, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു കോളനി, അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ ടോണിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പടം കൂടിയായിരുന്നു ഗപ്പി. കാണുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം, അങ്ങനെ ഒരു ടെറൈൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ കണ്ട ഗപ്പി. ആദ്യം കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സംഭവമായി തോന്നുകയും പിന്നീട് ഇങ്ങോട്ടേക്ക് ഞാൻ ഇതിലെ സീനും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ചില സീനുകൾ കൊള്ളാം, ചില വിഷ്വൽസ് കൊള്ളാം. പക്ഷെ ടോട്ടാലിറ്റി നോക്കുന്ന സമയത്ത് വല്ലാണ്ട് ഈ പറയുന്ന ഈ നന്മ കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഗപ്പി. പക്ഷെ ഈ പടത്തിന് എപ്പോഴും ഒരു നല്ല കൾട്ട് ഫാൻ ബേസ് ഉണ്ട്. പിന്നെ ഈ സിനിമ ഉണ്ടാക്കി തന്നിട്ടുള്ള കുറെ ട്രെൻഡും കാര്യങ്ങളൊക്കെ, ഡിമീൻ വളർത്തുക, ചുമരിലെല്ലാം ഇങ്ങനെ പെയിന്റ് കൊടുത്തു വെക്കുക, പിന്നെ ഈ താടിയുടെ കാര്യം, കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ്, ഇതൊക്കെ ഒരു സമയത്ത് വൻ ട്രെൻഡായി നിന്ന സാധനങ്ങളാണ്. So see you in the next video of ആ പഴയ പടം. Bye.